ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ വെറൈറ്റി കൂട്ടാൻ ഉണ്ടാക്കുക കേട്ടോ. എത്ര പേര് പേരൊന്നല്ല, നമ്മൾ ഉണ്ടാക്കിയൊരു കൂട്ടാൻ ഉണ്ടാക്കുക. ഉണ്ടാക്കാതെ കൂട്ടാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉള്ളി വാട്ടുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഉള്ളി വെച്ചാൽ നന്നാക്കി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധനം എന്താ സംഭവിച്ചിട്ടുണ്ടോ? ഇത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി എല്ലാം കുഴച്ച് വാട്ടിയിട്ട് ആവിയിൽ വേവിച്ചതൊക്കെ നിങ്ങൾക്കനാക്കിയിട്ട് എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. വീക്ക് ഇടാനാണ് ആ ഉള്ളി വാട്ടിക്കൊണ്ടിരുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അതിന് സോയാ സോസ് ആവശ്യമുണ്ട്. തക്കാളി സോസ് വേണം. അതിന് പകരം തക്കാളി ജ്യൂസ് അടിച്ചൊക്കെയാണ്. തക്കാളി ജ്യൂസ് അടിച്ചിട്ടാണ്. പിന്നെ ഇത് നന്നാക്കി വഴറ്റി കഴിഞ്ഞിട്ടേക്ക് ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് ഇട്ട് നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ. നമ്മൾ വേറെ ഉണ്ടാക്കാൻ കൂട്ടാണ്ടാക്കണം എന്നാണ്. അപ്പോൾ വാഴക്കൂടെ നമ്മൾ കുറച്ചൊരു കൂട്ടാണ്ടാക്കി വെച്ചാണ്. പിന്നെ നമ്മൾ ചൊളാണ്ടി കൊണ്ട് ഒരു റാഗി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൊളാണ്ടി പായസം ഉണ്ടാക്കി നല്ല ചൂടാറണം. ഇതിൽ മസാലയും കാര്യങ്ങളൊക്കെ ഇടാൻ കേട്ടോ. നന്നാക്കി ഇളക്കാം. നമ്മൾ ചായ തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായക്ക് പൊടിയില്ല, പാൽപ്പൊടിയാണ്. പാൽപ്പൊടിയാകുമ്പോൾ ചായ ഇട്ട് കഴിക്കാം. തിളപ്പിച്ച വെള്ളത്തിട്ടിട്ട് കഴിക്കിയത് 2 സ്പൂൺ ചായപ്പൊടി ഇടുക. അപ്പോൾ ചായ തിളച്ചിട്ടോ. നമ്മളെ പേരില്ലാത്ത സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മസാലകളൊക്കെ ഇടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടി. അതിന് മെയിനായിട്ട് നമ്മൾ എരിവിലേക്ക് ചേർക്കുന്ന കുരുമുളക് പൊടിയാട്ടോ. ഒരു ഓവറായിട്ട് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഗരം മസാല ഇട്ടാണ് നന്നാക്കി വഴറ്റട്ടോ. സോയാ സോസാണ്. കറിവേപ്പിട്ടോ 1 ടീസ്പൂൺ സോയാ സോസാട്ടോ. നല്ല സ്മെല്ല് വരും കേട്ടോ. നല്ല മണമുണ്ട് അല്ലേ? നല്ലൊരു മണമുണ്ട്. ഈ തുള്ളി വെള്ളം പാരിട്ടോ. അങ്ങനെ ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെ പുതിയ ഐറ്റംസ് കേട്ടോ. തുണിയില്ലാതെ ചട്ടി തൊട്ടാൽ എങ്ങനെ ഉണ്ടാവും? ചൂടുണ്ടാവില്ലേ? നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കേട്ടോ. നമ്മൾ ഈന്തും പൊടിക്കൊക്കെ ഉണ്ടാക്കില്ലേ, ഈന്തിൻ്റെ പൊടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെറൈറ്റി അത് നമ്മൾ പുതിയ വെറൈറ്റി ഉണ്ടാക്കി വെക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പത്തിരി കൊണ്ട് പത്തിരിൻ്റെ പൊടിയെടുത്ത് വാട്ടിയിട്ട് നല്ല ഉരുളാക്കി നല്ല കുഴച്ചിട്ട് ആവിയിൽ വേവിക്കണം കേട്ടോ. സെറ്റപ്പായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വത്തക്ക പാടത്തുനിന്ന് ഇത് പാടത്ത് ഇവിടെ കൃഷി ചെയ്തിന്. അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന വത്തക്ക കേട്ടോ.